വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ NP. അപ്പം ഞാൻ ഇന്നലത്തെ മാർക്കറ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ എന്താണ് ഇന്നലത്തെ മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്തൊരു ട്രേഡാണ് ഈ കാണുന്നത്. ബിറ്റ് കോയിനിൽ ഇവിടുന്ന് ബൈ എടുത്തു. ഞാൻ 1 മിനിറ്റിലാണ് ആക്ച്വലി ബൈ എടുത്തത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ട്രേഡ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞാൻ എടുത്ത ട്രേഡ്. ഇവിടുന്ന് 3 എണ്ണം എടുത്തു, 3 ബൈ എടുത്തു. ഈ പോയിന്റിൽ നിന്ന് ഒന്ന് ഇവിടെ സെല് ചെയ്തു. അത് 60 നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് കാണാൻ പറ്റും ഈ സൈഡിൽ. അതായത് ഇപ്പോൾ നിങ്ങൾ 0.01 ആണ്. ഇത് എൻ്റെ റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി $150 സംതിങ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഇത് 0.01 ഞാൻ എടുക്കാറുള്ളൂ. 0.01 ഈ അക്കൗണ്ടിൽ, റിയൽ അക്കൗണ്ടിൽ ഞാൻ എടുക്കാറുള്ളൂ. കാരണം $100 അക്കൗണ്ടിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് 200 ഒക്കെ ആകുമ്പോൾ ഞാൻ 0.02 മാറ്റും. അതായത് 0.01 3 എണ്ണം അങ്ങനെ ഞാൻ എടുക്കാറ്. അപ്പോൾ ഒന്ന് ഇവിടെ ക്ലോസ് ചെയ്തു, ഒന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. അതായത് $6.4, $6.1, ഇത് 9.8, അതായത് ഓൾമോസ്റ്റ് $10. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പ് മൂവ് മാർക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം ഈ മൂവൊക്കെ. പക്ഷേ എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് എത്തിയപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ട്രേഡ് ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തു തരാം. പിന്നെ അതേപോലെ ഇന്നലെ നാസ്ഡാക്കിൻ്റെ മൂവ്മെൻറ്റും ഈസി ആയിട്ട് പ്രഡിക്റ്റബിളാണ്. അപ്പോൾ ബിറ്റ് കോയിൻ എൻ്റെ ഓൾറെഡി ഇന്നലെ ഡെയിലി നോക്കി കഴിഞ്ഞാൽ എനിക്ക് അപ്വേർഡ് ആയിരുന്നു. അതായത് ബൈ സൈഡാണ് എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്റ്റർഡേ 27 ഓപ്പണിൽ, അതായത് 15 മിനിറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ക്യാൻഡിൽ. ഫസ്റ്റ് 12 AM ക്യാൻഡിൽ ഇത് താഴോട്ട് പുഷ് ചെയ്തു, മേലോട്ട് വന്നു, വീണ്ടും ഓപ്പൺ ട്രൂ ഡേ ഓപ്പണിന് അടുത്തോട്ട് വന്നു, മേലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ 12 AM മാർക്കറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ട് പുഷ് ചെയ്തു, ജസ്റ്റ് ഒന്ന് താഴോട്ട് പുഷ് ചെയ്തു. ഇവിടുന്ന് 12 AM ജസ്റ്റ് താഴോട്ടൊന്ന് പുഷ് ചെയ്തു, നേരെ അതിന് മുകളിലോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. തിരിച്ച് റിട്രേസ്മെൻറ്റ് വന്നു, നിയർ ടു 12 AM ഓപ്പൺ. അവിടുന്ന് വീണ്ടും മുകളിലോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുള്ള കാര്യം ഞാൻ രാവിലെ നോക്കിയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് മാർക്കറ്റ് കാണുന്നത്. ഞാൻ പറഞ്ഞു 9 AM ഓപ്പണിന് ശേഷമാണ് ഞാൻ മാർക്കറ്റ് ശ്രദ്ധിക്കാറ്. അപ്പോൾ 9 AM ഇവിടെ നിന്നാണ് ഞാൻ മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ 5 മിനിറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മാർക്കറ്റ്. അപ്പോൾ ഞാൻ 9 AM കുറേ ന്യൂസ് ഉണ്ടായിരുന്നു, ഇന്നലെ കുറേ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂസിന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ന്യൂസിന് വെയിറ്റ് ചെയ്ത് ഞാൻ 3 മിനിറ്റ് നോക്കി. അപ്പോൾ 3 മിനിറ്റിൽ എന്താ ഞാൻ കാണുന്നത് വെച്ചാൽ ഇവിടെ 9 AM ഓപ്പൺ ചെയ്യുന്നു, മുകളിലോട്ട് പുഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ പോയിന്റിന് താഴോട്ട് പുഷ് ചെയ്തിട്ട് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഡൗൺ ചെയ്യുന്നു. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഡൗൺ ചെയ്തു. മാർക്കറ്റ് ഓൾറെഡി ബുള്ളിഷാണ്. അപ്പം ബുള്ളിഷ്നെസ് കാണിക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റിക്കാണ് അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ 3 മിനിറ്റിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഇത്രയും പുഷ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാം, അത് 3 മിനിറ്റിൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മോസ്റ്റ്ലി ഞാൻ പറയാറുണ്ട് 1 മിനിറ്റിലാണ് ട്രേഡ് എടുക്കാറ്. അപ്പോൾ 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു വരുന്നു, മാർക്കറ്റ് തിരിച്ചു വരുന്നു. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഡൗൺ ചെയ്യുന്നു ഈ വിക്ക് വെച്ചിട്ട്. എന്നിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് കണ്ടോ, ഈ ഒരു സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്തപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നതാണ് ഞാൻ നോക്കാറ്. സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ, ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് റിട്ടേൺ പ്രതീക്ഷിക്കാണ്ട് ഇവിടുന്ന് ബൈ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു. അതായത് ഇവിടെ വന്നിട്ട് ഈ ക്യാൻഡിൽ, അതായത് എനിക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ആയപ്പോൾ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കണ്ടതോടുകൂടി ഞാൻ ബൈ എടുത്തു. ഞാനൊരു റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം ടൈം നോക്കിക്കഴിഞ്ഞാൽ 10:30 ആയി. അപ്പോൾ ഞാൻ പറയാറുണ്ട് 10:30 അപ് ടു 11 ആണ് 11:30 മാക്സിമം. ആ ഒരു ടൈമിലാണ് മെയിനായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് 10:50 to 11:10 മാക്രോ എന്ന് പറയും. അത് മാക്രോ എന്ന് പറയുന്നത് മെയിനായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്ന ടൈം പീരീഡാണ്. അപ്പം ഇനി ഇതിലോട്ട് റിട്ടേൺ വന്ന് പോകാനുള്ളൊരു സാവകാശം ഉണ്ടായിരുന്നില്ല മാർക്കറ്റിന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഒരു ബൈ എടുത്തു. നിങ്ങൾക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എക്സാക്ട്ലി ഈ ഒരു
സ്വിങ് ഹൈ ടേക്ക് ഡൗൺ ചെയ്തിട്ട് ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ, ഇതുകൊണ്ടാണ് ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പ്രോപ്പർ ഫെയർ വാല്യൂ ഗ്യാപ്പ് മനസ്സിലാവില്ല. വേറൊരു ആപ്പും ട്രേഡിംഗ് വ്യൂവിൻ്റെ അത്ര നല്ലതല്ല അനലൈസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബൈ എടുത്തു. ബൈ എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം, ലൈക്ക് 3 minutes 1 2 3 4 മിനിറ്റ്സിൽ എനിക്ക് $6 $6 3 $6 വന്നു. മാർക്കറ്റ് അത്രയും പുഷ് ചെയ്തു. എനിക്കറിയായിരുന്നു മേലോട്ട് പോകുന്നത്. ഞാൻ അതുകൊണ്ടൊരു 2 $6 ഞാൻ എടുത്തു. പിന്നെ ഒന്ന് ഞാൻ പാർഷ്യൽസ് വെച്ചു $10. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൂന്നും $10 വെക്കായിരുന്നു. ഞാൻ പ്രോപ്പർ ട്രേഡിങ് എങ്ങനെയാണ് ബിഗിനേഴ്സിന് എന്നുള്ളത് പിന്നെ ഞാനും പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇമോഷൻസ് എനിക്കും വരും. അപ്പോൾ $6 വന്നു കഴിഞ്ഞാൽ ജനറലി ICT പറയുന്നത് ഒരു 30 pips, അതായത് $3. ഇപ്പം 0.01 ആണെങ്കിൽ $3 വന്നു കഴിഞ്ഞാൽ ഒരു ഇതെടുക്കണം എന്നാണ്. പക്ഷേ നമ്മൾ അത് ആസ് യു മൂവ് ഓൺ നമുക്ക് മനസ്സിലാവും നമ്മുടെ ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു, ഒരു $3 കിട്ടുമ്പോൾ ഞാൻ പ്രോഫിറ്റ് എടുക്കും. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ $5 മിനിമം എത്തുമ്പോൾ ഞാൻ എടുക്കാറുള്ളൂ പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ 2 $6 എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഹോൾഡ് ചെയ്ത് ലാസ്റ്റ് $10 എത്തിയപ്പോൾ പിന്നെ ഓക്കെ എനിക്കത് മതി ഇന്നത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാനത് ക്ലോസ് ചെയ്തു. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാറ്, പക്ഷേ ഈ റീട്രേസ് ഞാൻ പറയില്ല, ഇവിടുന്ന് തിരിച്ച് വന്ന് റീട്രേസ് ചെയ്ത് അത്രയൊന്നും ഹോൾഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത്രയും ലെങ്ത്ത് എനിക്ക് ഹോൾഡ് ചെയ്യണ്ടാവും, അതിലേക്ക് കിടന്ന് ഉറങ്ങാമല്ലോ ആ ടൈം. അപ്പം ഇവിടെ ആക്ച്വലി ഒരു സെക്കൻഡ് ട്രേഡും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇനി മൂവ്മെൻറ്റ് മിസ്സായവർക്ക്. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ 11 അതായത് 12 ഈ ന്യൂയോർക്ക് ടൈം 12 PM എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു 10:30 അങ്ങനെ എന്തോ ആണ്. ഞാനപ്പോൾ ഇവിടുത്തെ 10:30 ശേഷം ഒന്നും മാർക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാറില്ല. അപ്പം ഇതാണ് ട്രേഡ്. അപ്പം ഞാൻ പറഞ്ഞത് ഡെയിലി ബയാസ് ഓൾറെഡി ഞാൻ ബുള്ളിഷാന്ന് പറയാൻ കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ റിജക്ഷൻ ഉണ്ടായിരുന്നു നല്ല രീതിക്ക്. പിന്നെ അപ്പോഴും എനിക്ക് ഷുവർ അല്ല, വേണമെങ്കിൽ താഴോട്ട് വരാം കേട്ടോ. ഒരു പോയിന്റ് മാത്രമാണ്. ഞാൻ 4 hour നോക്കിയായിരുന്നു, പക്ഷേ 4 hour ഞാൻ പൊതുവെ അങ്ങനെ അനലൈസ് ചെയ്യാറില്ല. 4 hour ഞാൻ അനലൈസ് ചെയ്യുന്നത് കുറവാണ്. ഓക്കെ, പിന്നെ 4 hour നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഈ ഒരു സ്വിംഗ് ലോ ടേക്ക് ഡൗൺ ചെയ്തു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ മാർക്കറ്റ് എൻറ്റയർലി ബെയറിഷ് ആയിരുന്നെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ക്ലോസ് ചെയ്തായിട്ടുണ്ട്. അതായത് മാർക്കറ്റ് കംപ്ലീറ്റ്ലി താഴെ വരെ പോകാൻ പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ബുള്ളിഷ്നെസ് വരും എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ 1 hour 15 minute ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ 15 minute ഞാൻ പിന്നെ നോക്കിയത്. 15 minute ഞാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു, ഒന്ന് താഴോട്ട് പുഷ് ചെയ്തു, പിന്നെ മുകളിലോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ ഒരു 6 AM ടൈമിൽ താഴോട്ട് വന്നു മാർക്കറ്റ്, അതായത് ട്രൂ ഡേ ഓപ്പണിൻ്റെ അടുത്തെത്തി, വീണ്ടും റിജക്റ്റ് ആയി മുകളിലോട്ട് പോയി. അപ്പോൾ തന്നെ എനിക്ക് ബുള്ളിഷ്നെസ് ആണ് ആ ഡേക്ക് ഓൾറെഡി എൻ്റെ മൈൻഡിൽ ബുള്ളിഷ് എന്നുള്ള ഇത് സെറ്റ് ചെയ്തായിരുന്നു. ഞാൻ 1 minute ട്രേഡ് എടുത്തു. ഇനി അടുത്തത് നാസ്ഡാക്കിൽ ഒരു വെരി ബ്യൂട്ടിഫുൾ ട്രേഡ് കിട്ടുമായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ നാസ്ഡാക്കിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഈസ് ഓൾവേസ് ഡിലേഡ് ബൈ 10 minutes ഇഫ് യു ഹാവ് നോട്ട് ബോട്ട് ദ ട്രേഡിംഗ് വ്യൂ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഞാനും എടുത്തിട്ടില്ല, ട്രേഡിംഗ് വ്യൂ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി ബിറ്റ്കോയിൻ ഗോൾഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡിൽ ഇന്നലെ എനിക്കൊരു ചെറിയ ലോസ് ആയിരുന്നു, ഒരു $2 ലോസ് സംതിങ് ആയിരുന്നു. അതും ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഒരു സെല്ലും ഞാൻ എടുത്തായിരുന്നു, പക്ഷേ അത് ഞാൻ റിയൽ മാർക്കറ്റിൽ എടുത്തില്ല. ഞാൻ എൻ്റെ കൺസെപ്റ്റിൽ ഞാനൊരു ലോസ് റിയൽ മാർക്കറ്റിൽ ഞാൻ ബൈ എടുത്തു, പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. അത് ഞാൻ ചെയ്ത മിസ്റ്റേക്കും ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇപ്പോൾ നാസ്ഡാക്കിൽ വെരി ബ്യൂട്ടിഫുൾ ട്രേഡാണ്. അപ്പോൾ നാസ്ഡാക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്നലെ 27 അതായത് 27 മോർണിംഗ് എത്ര മണിക്കാണ് 12 AM ഓപ്പൺ. ഓക്കെ, 12 AM ഓപ്പൺ, 12 AM ഓപ്പൺ ജസ്റ്റ് ഒന്ന് മേലോട്ട് പുഷ് ചെയ്തു. ഈ ഒരു മേലോട്ട് പുഷ് ചെയ്തു, ഇവിടെ റിജക്റ്റായി. ഇവിടെ ഫസ്റ്റ് റിജക്ഷൻ കണ്ടോ, 15 minute ഫസ്റ്റ് റിജക്ഷൻ ഇവിടെയാണ്. അതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ മാർക്ക് ചെയ്തത് കണ്ട, പോയിന്റ് ഓഫ് റിജക്ഷൻ എന്താ നിങ്ങൾ കണ്ടില്ലേ. ഡെയിലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് റിജക്റ്റ് ആയിട്ടുള്ളത്. കണ്ടോ, ഇതാണ് റിജക്ഷൻ. കണ്ടോ എത്ര പെർഫെക്റ്റ് ആണ്, കറക്റ്റ് അറ്റ് 50%. പിന്നെ ഈ ഒരു സ്വിംഗ് ഹൈനെ ടേക്ക് ഔട്ട് ചെയ്തതുമില്ല. അത് ടേക്ക് ഔട്ട് ചെയ്യേണ്ട താഴോട്ട് വന്നു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ലായിട്ടില്ല. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ലാവാണ്ട് അപ്വേർഡ് പുഷ് ചെയ്തു. അതിനർത്ഥം അത്രയും ബെയറിഷാണ് മാർക്കറ്റ് എന്നാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ടൈം, അതായത് 2:30 AM തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മാർക്കറ്റ് ബെയറിഷ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇന്ന ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് കിട്ടും. ഓക്കെ, അപ്പം
ഈ ഒരു 15 ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ വേണമെങ്കിൽ മാർക്ക് ചെയ്യുക. ഞാനത് ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 15 ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ആഫ്റ്റർ 9 AM ഓപ്പൺ ഇതിലോട്ട് റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റീട്രേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ കണ്ടോ, അപ്പർ ഹാഫ് ലെഫ്റ്റ് ഓപ്പൺ ആയിരിക്കണം. ഈ അപ്പർ ഹാഫ് ലെഫ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കതിന് ബെയറിഷ്നെസ് ആണെന്നറിയാം. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ചാർട്ട് നോക്കി. ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഡാറ്റ എനിക്കില്ലാത്തതുകൊണ്ട്. ഞാൻ പക്ഷേ ആ 15 മിനിറ്റിലോട്ട് റെഫർ ആവും എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 8 AM സംതിങ്ങിന് ഓൾറെഡി റെഫർ ആയിട്ടുണ്ട്. പക്ഷേ ഞാനത് എടുക്കില്ലായിരുന്നു, ആ സെൽ ഓൾറെഡി എടുക്കില്ലായിരുന്നു. പക്ഷേ അത് അവിടുന്ന് റെഫറായിട്ട് അപ്പർ ഹാഫ് എം ടി ആയതുകൊണ്ട് ഞാൻ ബെയറിഷ് ആണെന്ന കൺസെപ്റ്റ് എനിക്ക് 100% ഷുവർ ആവുമായിരുന്നു. അപ്പോൾ ഞാൻ 9 AM ഓപ്പണിന് വെയിറ്റ് ചെയ്യും. 9 AM ഓപ്പണിന് വെയിറ്റ് ചെയ്ത് 9 AM എനിക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു. ഇവിടെ കണ്ടോ, അടുത്തൊരു റിജക്ഷൻ കണ്ടോ, അടുത്ത റിജക്ഷൻ ഉണ്ട്, ഇവിടെ റിജക്ഷൻ ഉണ്ട്. അതിന് ഞാൻ വെയിറ്റ് ചെയ്ത് 9:30 AM. ഞാൻ പറഞ്ഞു 9:30 AM ശേഷമാണ് ഞാൻ മോസ്റ്റ്ലി ട്രേഡ് നോക്കാറ് എന്ന് പറഞ്ഞു. അപ്പോൾ 9:30 AM നോക്കിയപ്പോഴേക്കും ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. 9:30 ഓപ്പൺ ചെയ്തതും ഒരു ഹെവി ഡ്രോപ്പ് ഉണ്ടായിരുന്നു. 9 AM ഞാൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ന്യൂസ് ഉണ്ടാവുകൊണ്ട് ഞാൻ ന്യൂസിൻ്റെ ടൈമിൽ ട്രേഡ് ചെയ്യാറില്ല, ന്യൂസ് കഴിഞ്ഞിട്ടുള്ള ട്രേഡ്സ് എടുക്കാറുള്ളൂ. അപ്പം എന്താ വെച്ചാൽ ഞാനൊരു ട്രേഡ് ഇതിൽ എടുത്തിട്ടുണ്ട് നാസ്ഡാക്ക്. പക്ഷേ ഞാനത് ഉടനെ തന്നെ ക്ലോസ് ചെയ്തു, കാരണം എനിക്ക് ലൈവ് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട്. മറ്റേ ഇതിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നാസ്ഡാക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ എടുത്ത ട്രേഡ് 5 മിനിറ്റ്സ് ഇതോ നിങ്ങൾക്ക് കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ 2 സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു ഈ 2 പോയിന്റിൽ. എന്നിട്ട് അത് ഇത്രയും ഡ്രോപ്പ് ഡൗൺ ആയി. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് തന്നെ അത് വിറ്റിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിൽ ലൈവ് അനാലിസിസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ എനിക്ക് ചെയ്യാനാണെങ്കിൽ ലൈവ് ഡാറ്റയും ഇല്ല. അപ്പോൾ എനിക്ക് കറക്റ്റ് പോയിന്റ് ഓഫ് റിട്ടേൺ, പോയിന്റ് ഏത് ബൈ സൈഡ് ലിക്വിഡിറ്റി സെൽ സൈഡ് ലിക്വിഡിറ്റി ഒന്നും അതിലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു പ്രോപ്പറായിട്ട്. ഏതുവരെ പുഷ് ചെയ്യും അതെനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് സെല്ല് ചെയ്തു. ഞാൻ ക്ലോസ് ചെയ്ത് എന്നിട്ട് ഞാൻ ബിറ്റ് കോയിനിലെടുത്തു. അപ്പം അതാണ് ഇവിടെ ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഇവിടെ 9 AM മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 9 AM മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഓൾറെഡി ഇവിടെ നിന്ന് റിജക്റ്റ് ആയപ്പോൾ തന്നെ കണ്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എം ടി ആണ്, മുകളിൽ എം ടി ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് ഗോയിങ് ടു ബി ബെയറിഷ്. അപ്പോൾ നമ്മൾ അടുത്തൊരു മെയിൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെയുള്ള 856 ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, ഇതും അപ്പർ സൈഡ് ലെഫ്റ്റ് ഓപ്പൺ ആണ് കണ്ടോ, ഓൾമോസ്റ്റ് വന്നു, എന്നാലും ബ്രേക്ക് ഡൗൺ ചെയ്തു. അടുത്തത് വന്നു ഫെയിൽ ടു റീച്ച് ഈ പോയിന്റ്, അടുത്തത് വന്നു ഫെയിൽ ടു റീച്ച് ഈ സ്വിങ് ഹൈ. അപ്പോൾ തന്നെ മാർക്കറ്റ് നല്ല ബെയറിഷ് ആണ് നമുക്ക് മനസ്സിലാവും. അവിടെ നമുക്ക് സെൽസ് എടുക്കാം. വേണമെങ്കിൽ ഈ സ്വിങ് ലോ കൂടെ ടേക്ക് ഔട്ട് ചെയ്ത് ഇവിടേക്ക് നമുക്ക് സെല്ല് എടുക്കാൻ പറ്റും. 927 വേണമെങ്കിൽ ഇവിടെ സെല്ല് എടുക്കാമായിരുന്നു. എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ഇരിക്കും എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ മേലെ. ആക്ച്വലി ഈ ക്യാൻഡിലിൽ 50% മേലെ വേണമെങ്കിൽ വെക്കാം, നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. പക്ഷേ ആസ് എ ബിഗിനർ ഇത് സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ മേലോട്ട് വെക്കും. അപ്പോൾ ഈ ഒരു സ്വിങ് ഹൈൻ്റെ മേലെ വെക്കുന്നത് എന്തുകൊണ്ടും സേഫാണ്. ഈ ഒരു സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ന്യൂസ് ഉണ്ടാവുന്ന മേ ബി വിക്സ് വരാം, വിക്സ് ക്യാൻ ഡു ഡാമേജ്. അപ്പം അത് കഴിഞ്ഞ് സെൽ ഔട്ടായി. ഈ ഫുൾ മൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഇവിടെ വരെ. ഇവിടെ കണ്ടോ കുറച്ച് റിജക്ഷൻ, ഇവിടുന്ന് റിജക്റ്റായി ഒന്ന് കളിച്ച് ഇവിടെ നിന്ന് പിന്നെ താഴോട്ട് വന്നു. അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവും, ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഈ ഇതായിരുന്നു കേട്ടോ, ഡെയിലി ന്യൂ ഡേ ഓപ്പണിംഗ് ഗ്യാപ്പിൻ്റെ ലോ ആയിരുന്നു അത്, അതുകൊണ്ടാണത്. ഇത് ന്യൂ ഡേ ഓപ്പണിംഗ് ഗ്യാപ്പാണ് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ, ഓക്കെ ഇത് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പാണ്. ഇത് ഫ്രൈഡേ, ഇത് മൺഡേ മാർക്കറ്റ്. സൺഡേ എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ സൺഡേ, ഓക്കെ മൺഡേ മാർക്കറ്റാണ്. അപ്പോൾ ഈ ഫ്രൈഡേ ടു മൺഡേ വരുന്ന ഗ്യാപ്പാണ് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ്. ന്യൂ ഡേ ഓപ്പണിംഗ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതർ ഡേയ്സിൽ വരുന്നത്, ഇപ്പം വെനസ്ഡേ ടു തേഴ്സ്ഡേ അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഓൾറെഡി ഞാൻ ഓൾറെഡി ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് ഹൈ മാർക്ക് ചെയ്ത്, ഇത് അതിൻ്റെ ലോ ആണ് കേട്ടോ, ഇത് ലോ ആണ്. ഇതാണ് NDOG എന്ന് പറയുന്നത് ന്യൂ ഡേ ഓപ്പണിംഗ് ഗ്യാപ്പ്. അതിനൊക്കെ ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. അപ്പം അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു സെല്ലെടുക്കാനുള്ള. ലൈവ് ഡാറ്റ എടുത്തവർക്ക് ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഗോൾഡിൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡിൽ ഇതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അതായത് ഞാൻ ഗോൾഡിൽ ബുള്ളിഷ്നെസ് പ്രതീക്ഷിച്ചിരുന്നു. ഗോൾഡിൽ ഇവിടെ ഇന്നലെ ഫസ്റ്റ് എടുത്ത ട്രേഡ് എനിക്ക് കിട്ടിയായിരുന്നു 1:4 റേഷ്യോ, അത് എന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 5 മിനിറ്റിൽ, അതായത് 15 മിനിറ്റിൽ ഞാൻ ഫസ്റ്റ് ഡേ ഓപ്പൺ ചെയ്തു. ഇവിടെ
12 AM ഓപ്പൺ ചെയ്തു, ജസ്റ്റ് ഒന്ന് താഴോട്ട് പുഷ് ചെയ്തു, ജസ്റ്റ് ഒരു ക്യാൻഡിൽ മാത്രം, പിന്നെ മേലോട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത്രയും മേലോട്ട് പുഷ് ചെയ്തപ്പം എൻ്റെ മൈൻഡിൽ ആക്ച്വലി ബുള്ളിഷ്നെസ് ആണ് കാണിച്ചിരുന്നത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ ടേക്ക് ഔട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ നല്ല രീതിക്ക് റിജക്റ്റും ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ബുള്ളിഷ്നെസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് 5 മിനിറ്റിൽ അനലൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഡ്രോപ്പ് ഡൗൺ കാണാം. ഈ ഡ്രോപ്പ് ഡൗൺ നടന്നത് ആഫ്റ്റർ 9 AM ആണ്, 9:45 AM ആണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് 9 to 10 ഒക്കെ വലിയ മൂവ്മെൻറ്റ്, 9 to 11 വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 10:30, 11 വരേക്കും നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ആഫ്റ്റർ 12, ആഫ്റ്റർ 1 ഒക്കെ ആയിരിക്കും. 3:30 ആണ് ലാസ്റ്റ് മാക്രോ. അത്രയൊന്നും ഞാൻ ഒരിക്കലും ഇരിക്കില്ല. 3:30 ഇതിലെ 3:30 പറയുമ്പോൾ നമുക്ക് 1 o'clock നൈറ്റ് ആയിരിക്കും, അതൊന്നും ഞാൻ ഇരിക്കാറില്ല. അപ്പം ഇവിടെ ഞാൻ ലാസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കുറച്ച് അപ്വേർഡ് പ്രതീക്ഷിച്ചായിരുന്നു. ഇത് ആക്ച്വലി എൻ്റെ ഇമോഷൻസ് കുറച്ച് കയറി വന്നതാണ് ഈ ട്രേഡിൽ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത്രയും പുഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഗോൾഡ് ഇത്രയും പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ സ്വിങ് ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തിയപ്പോഴാണ് ഒരു ട്രേഡ് എടുത്തിരുന്നത്. ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തായിരുന്നു, 2 എടുത്തായിരുന്നു. അപ്പം ഇതെനിക്ക് തോന്നുന്നു -$3 എങ്ങാണ്ട് ഇതിൽ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു ആ ട്രേഡിൽ. കുഴപ്പമില്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം. ഒരിക്കലും ഫുൾ വിന്നിങ് ആയിരിക്കില്ല. അത് കഴിഞ്ഞ് ബാലൻസ് എപ്പോഴും 1390 ആണ്, നോ പ്രോബ്ലം. നാളെ നമ്മൾ മാർക്കറ്റിൽ വരും, നാളെ നമ്മൾ ട്രേഡ് എടുക്കും, നാളെയും ചിലപ്പോൾ ലോസ് ആവും അല്ലെങ്കിൽ വിന്നാവും. ഓക്കെ, നോബഡി നോസ്. അപ്പം അത് കഴിഞ്ഞ ഉടനെ ആക്ച്വലി ഞാനിവിടുന്ന് ഒരു സെല്ല് എടുത്തായിരുന്നു. ഞാനിവിടുന്ന് എടുത്തൊരു സെല്ല് ഇവിടെ എന്ന് വെച്ചാൽ ഈ ടൈം ആയപ്പം ഞാനൊരു സെല്ലെടുത്തു. പക്ഷേ ഞാനത് ബ്രേക്ക് ഈവനിൽ ക്ലോസ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈമായി, ഞാൻ പറഞ്ഞു 11:30 ഒക്കെ ആയപ്പം ഞാനത് ക്ലോസ് ചെയ്തു. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ ഇത്രയും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പിന്നെ ഡ്രോപ്പായി. പക്ഷേ ഇത് ഡ്രോപ്പ് ആവുന്ന 7:35, അതായത് ഇവിടുത്തെ മോർണിംഗ് 5 AM ഓർ സംതിങ്. ഞാൻ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആ ട്രേഡിൽ. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നിലും ട്രേഡ്. അപ്പോൾ ഗോൾഡിലെ അനാലിസിസ് തെറ്റായിരുന്നു എന്ന് പറയുമ്പം ജസ്റ്റ് എൻ്റെ ഡെയിലി ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്നുള്ളത് എനിക്ക് തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു എല്ലായ്പ്പോഴും ശരിയാവില്ല. അതായത് ഡെയിലി ക്യാൻഡിൽ അത്രയും ആദ്യം മുകളിലോട്ട് പുഷ് ചെയ്തിട്ട് പിന്നെ അത്രയും റീട്രേസ് ചെയ്ത് താഴോട്ട് വന്നു. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പോഴും ലെഫ്റ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ആസ് ഓഫ് നൗ ഞാൻ ഇപ്പോഴും കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി എനിക്കറിയില്ല എങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന്. അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്ന് കവർ ചെയ്ത് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബുള്ളിഷ്നെസ് പ്രതീക്ഷിച്ചു. അടുത്തൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി, അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ആസ് ഓഫ് നൗ എനിക്ക് പറയാൻ അറിയില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന്. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞ് ഇന്നർ ടൈം ഫ്രെയിം, അതായത് ഈ വിക്കിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത്രയും ലാർജ് വിക്സ് വരുമ്പം അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മളെ പ്രൈസ് ആക്ഷൻ ഈ വിക്ക് മുകളിലാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് പ്രീമിയം വിക്ക്. ഇനി വിക്ക് താഴെ ആയിരുന്നെങ്കിൽ ഇത് ഡിസ്കൗണ്ട് വിക്ക്, അതായത് ഇതിപ്പോൾ ഡിസ്കൗണ്ട് വിക്കാണ്. അപ്പോൾ ഈ 2 വിക്കിൻ്റെയും കോൺസിക്വൻറ്റ് എൻകോച്ച്മെൻറ്റ് 50% മാർക്ക് ചെയ്യാം. അപ്പോൾ ആ പോയിന്റിൽ എന്തെങ്കിലും റിജക്ഷൻസോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ട്രേഡ് എടുക്കും. ഇത് രണ്ടും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ 50% ഒരു സപ്പോർട്ട് പോലെ ആക്ട് ചെയ്യും, ഇതിൻ്റെ 50% റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇത് പ്രീമിയം വിക്ക്, ഇത് സപ്പോർട്ട് വിക്ക്. ഞാനിത് മാർക്ക് ചെയ്യാറില്ല, ജസ്റ്റ് അത് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്താണ് നിങ്ങൾ വേണമെങ്കിൽ മാർക്ക് ചെയ്യുക, കംഫർട്ടബിൾ ആണ് നിങ്ങൾ മാർക്ക് ചെയ്താലാണ് കംഫർട്ടബിൾ എങ്കിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഈ 2 സ്ഥലത്ത് റിജക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കും. അതിനനുസരിച്ചിട്ടാണ് ഇന്നത്തെ ട്രേഡ് എടുക്കാൻ പോകുന്നത്. ബിറ്റ് കോയിനിൽ ഞാനിന്ന് ഡെയിലി ഞാൻ ബുള്ളിഷാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഓൾറെഡി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മേലോട്ട് കംപ്ലീറ്റ്ലി കവറായിട്ട് വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഒന്ന് താഴോട്ട് ഇന്ന് റീട്രേസ് ചെയ്തിട്ട് ഞാൻ മുകളിലോട്ട് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ഒരു ഇതേതാ ഡേ സാറിൻ്റെ. ഓക്കെ, നോ പ്രോബ്ലം. ഈ താഴോട്ടൊന്ന് വന്നിട്ട് മുകളിലോട്ട് പുഷ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും സ്റ്റേ സേഫ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. NP സൈനിങ് ഓഫ്.